ഇന്നസെന്റ് വെറുമൊരു തമാശക്കാരനല്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. അപ്പന്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമൊക്കെ പറഞ്ഞ് പ്രചാരണത്തിന് ഇറങ്ങിയെങ്കിലും PC ചാക്കോയെ പോലെ ഒരു അധികായനെ തറപറ്റിക്കാമെന്ന് പരീക്ഷണത്തിന് ഇറങ്ങുമ്പോൾ പിണറായി വിജയൻ പോലും കരുതിയതല്ല. എന്നാൽ എല്ലാ കോമാളികളെയും നിന്ന നിൽപ്പിൽ ചിരിപ്പിച്ച് ഇന്നച്ചൻ ആനച്ചന്തത്തോടെ ആ ചിരി ചിരിച്ചു. പണ്ട് ലോട്ടറി അടിച്ചപ്പോഴത്തെ ആ ഞെട്ടലും ഞെട്ടി. അതെല്ലാം കൂടി ചേർന്നപ്പോൾ ഞാൻ ഈ മണ്ഡലത്തിൽ ജയിക്കുകയാണ് ഉണ്ടായത്. ആനച്ചന്തം ഗണപതി മേളച്ചന്തം ആനച്ചന്തം ഗണപതി മേളച്ചന്തം എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം. ചാലക്കുടിയിലെ ഇടതുപക്ഷ മുന്നണിയുടെ വിജയം വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു വിക്ടറിയാണ്. അത് ഇടതുപക്ഷ മുന്നണിയുടെ വിജയത്തെക്കാൾ ഉപരി ശ്രീ ഇന്നസെൻറ്റിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ വിജയം കൂടിയാണ്. ഞാൻ ശ്രീ ഇന്നസെൻറ്റിന് ഒരു അഭിനന്ദന സന്ദേശം അയച്ചിരുന്നു. ആ വിജയത്തിൽ അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം അനുമോദിക്കുന്നു. എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം ഇത്തിരി ഹിന്ദി ചന്തം ആവോ ദാ ദാ അങ്ങനെ 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 ആവോ. എന്താ തെരഞ്ഞെടുപ്പിലെ വിജയാപജയങ്ങളൊക്കെ സ്വാഭാവികമല്ലേ? അതിനകത്തൊരു പ്രത്യേകിച്ച് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പാർട്ടി അപഗ്രഥനത്തിലേക്ക് എത്താൻ പോകുന്നല്ലേ ഉള്ളൂ. ഇന്ത്യയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 206 സീറ്റുമായിട്ടാണ് തിരഞ്ഞെടുപ്പിന് പോകുന്നത്. വളരെയേറെ ഇന്ത്യക്ക് നേട്ടങ്ങൾ നൽകിയ ഒരു ഗവൺമെൻറ്റാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം അതിന് പല കാരണങ്ങളുമുണ്ട്. അതേക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. കേരളത്തിലേതായിരുന്നാലും 20-ൽ 12 സീറ്റുകൾ UDFന് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് കേരളത്തിലെ UDFന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന് തികച്ചും സന്തോഷിക്കാനും അഭിമാനിക്കാനും കഴിയുന്ന ഒരു നേട്ടമാണ്. പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് കേരളത്തിലെ UDFൻ്റെ മേൽക്കൈ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പരാജയത്തിൻ്റെ ഇടയിലും സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. ആനച്ചന്തം ഗണപതി മേളച്ചന്തം ആനച്ചന്തം ഗണപതി മേളച്ചന്തം എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം. വിജയം പ്രത്യേകിച്ച് ഇനി എന്ത് കാണാൻ, നിങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെ ഞാനും കാണുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും നിൽക്കുമ്പോൾ അവരൊക്കെ വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കാറ്. ഞാനും അതുപോലെ തന്നെ ആഗ്രഹിച്ച ആളാണ്. കാലത്ത് ഇങ്ങനെ കുറച്ചായിട്ട് ഭൂരിപക്ഷം കൂടി വരുമ്പോഴും ഇടയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് താഴേക്ക് പോവാം. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. എപ്പോഴും കൂടിക്കൊണ്ടേ ഇരുന്നു. ഒരു പ്രത്യേക സമയം വന്നു കഴിഞ്ഞപ്പോൾ അത് അവസാനിച്ചു. വളരെ എല്ലാത്തരം ആളുകളുടെയും വോട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട്, അതായത് ഇപ്പോൾ രാഷ്ട്രീയം അതല്ലാതെ വ്യക്തിപരമായിട്ടും സിനിമ എന്ന് പറയുന്നതിലും എനിക്ക് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്ക് കിട്ടുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞാലും നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം വേണം ആരാണെങ്കിലും. അതെനിക്കുണ്ടായിരുന്നു. നല്ല പ്രവർത്തകരുണ്ടായിരുന്നു എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം നിന്ന് മിസ്റ്റർ UP ജോസഫ്, അതുപോലെ തന്നെ ഇവിടുത്തെ വക്കീൽ, അതുപോലെ ഇവിടുത്തെ MLA ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എൻ്റെ വിജയം. എന്നാൽ MA ബേബി കഴിഞ്ഞാൽ പാർട്ടിയുടെ VVIP ആയി മത്സരത്തിന് കോഴിക്കോട്ടെത്തിയ വിജയരാഘവനെ MK രാഘവൻ കെട്ടുകെട്ടിച്ചു. മത്സരിക്കാൻ എത്തിയപ്പോൾ ഒരു ചാക്ക് പ്രതീക്ഷകളായിരുന്നു വിജയരാഘവന്. ആ പഴയ കാലം ഒന്ന് ഓർക്കുക. BJPക്ക് കേരളത്തിലൊന്നുമില്ല, തമിഴ്നാട്ടിലൊന്നുമില്ല, ആന്ധ്രയിലൊന്നുമില്ല, പിന്നെ ബീഹാറിലൊന്നുമില്ല,
ഇപ്പുറത്തേക്ക് ബംഗാളിലൊന്നുമില്ല. പിന്നെ എങ്ങനെ നോക്കിയാൽ ഇവർ രണ്ടു കൂട്ടർ അത് അവർക്ക് അഡ്ജസ്റ്റ് സ്റ്റേറ്റിലുണ്ട്, ഇങ്ങപ്പുറത്തില്ല. ഇതാണ് പൊളിറ്റിക്സ്. അപ്പൊ എന്താ സ്ഥിതി? ഞാൻ എത്ര കൃത്യമായിട്ടാ പറഞ്ഞു സുഹൃത്തെ, വളരെ ഫ്രാഗ്മെന്റഡ് ആയ 5 പേരും 10 പേരും 15 പേരും കൂടിയും വലിയ തോതിൽ എണ്ണം വരുന്ന ഈ 5 പേരും 10 പേരും 15 പേരും 25 പേരും, അത് ഞാൻ പറഞ്ഞുതരാം. ഇവൻ മലയാളിയാണോ അതോ വേറെ ഏതെങ്കിലും നാട്ടുകാർ? കോൺഗ്രസും BJPയും അല്ലാത്ത 275 കണക്ക് വേണമെങ്കിൽ ഞാൻ അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പറയട്ടെ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു കളയാം. അത് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ 20 സമ്മതിച്ചേ 20 കൂട്ടിയല്ലോ. തമിഴ്നാട്ടിൽ 40. അപ്പൊ എത്ര നോമിനേഷൻ? ഏത് ലളിതം കോൺഗ്രസും BJP അല്ല. ഞാൻ ആ കണക്കുണ്ടാക്കണ 270, 40, 20, 60, അങ്ങേപ്പുറത്ത് 40. അത് ശരി. സാറാണാനാവോ? ആന്ധ്രയും പിന്നെ തെലുങ്കാനയും കൂടെ. കോൺഗ്രസും BJP അല്ല. കോൺഗ്രസും BJP അല്ല. എത്രയായിരുന്നു കൂട്ടും നിങ്ങൾ? 40, 40, 80, 100. സാറാണാനാവോ? ലെഫ്റ്റിന്റെ കൂടെ പോട്ടെ, അതിന്റെ അങ്ങേപ്പുറത്തേക്ക് എടുക്ക്. 120, അതിന്റെ അങ്ങേപ്പുറത്ത് എടുക്കൂ. ബംഗാൾ 40, 120, 40, 160, 60 അങ്ങേപ്പുറത്ത് എടുക്കും 40. അപ്പൊ എത്രയായി? 200. അതിന്റെ അങ്ങേപ്പുറത്ത് 80, 280. ഇനി വേണോ? തരാം. സാറാണാനാവോ? എന്റെ കണക്ക് ഞാൻ കൃത്യമായിട്ട് പഠിച്ചു വന്നിരിക്കും അവിടെ. അതിൽ നിങ്ങൾക്ക് എന്നെ പറ്റിക്കാൻ പറ്റില്ല. ക്രിക്കറ്റ് പ്ലെയറാ? അപ്പൊ കോൺഗ്രസും BJP അല്ലാത്തവർക്ക് ഭൂരിപക്ഷം. അതാര് പ്രധാനമന്ത്രി? അതാണ്. അതിന്റെ ശേഷം ആര് എന്ന് പ്രധാനമന്ത്രി തീരുമാനിക്കുമ്പോ ഏറ്റവും നല്ലൊരാള് എല്ലാവരും അറിയോ? ആരാ? ഇവൻ എന്നെ കൊണ്ട് LIC എടുപ്പിക്കും. അപ്പൊ ഇടതുപക്ഷം അവിടെ കൂടുതലുണ്ടെങ്കിലേ റോള് ഭംഗിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ പറയുന്നത്, ഒരു കാരണവശാലും കോഴിക്കോട്ട് നിന്ന് ഇടതുപക്ഷം ഇല്ലാതെ ഒരാൾ ജയിക്കാൻ പാടില്ല ഇത്തവണ. എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായി എന്ന് പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾ ശരിയായിട്ടുണ്ട്. രാജ്യത്തെ നയിക്കാനെത്തുമെന്ന് പറഞ്ഞ 3ാം മുന്നണിയാണ് കട്ടപ്പുകയായത്. എന്നാൽ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ ഒരു കുമ്പസാരം നടത്തി പുതിയ പ്രതീക്ഷകൾ പൊലിപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കുമ്പസാരം ഒരിടവേള കഴിഞ്ഞ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.